സഹോദരീ സഹോദരന്മാരെ, ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ സ്ഥാപനത്തിൻ്റെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഏതൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളവും 100 വർഷം പൂർത്തിയാക്കുക എന്നത് ഒരു പ്രത്യേക അതിപ്രധാനമായ നാഴികക്കല്ലാണ്. കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇത് അവസരം നൽകുന്നു. ഭൂതകാലത്തെ അനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിക്ക് വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള അവസരവുമാണിത്. ഇത് ഫലപ്രദമായി നിറവേറ്റാൻ ശതാബ്ദിയുടെ നിറവിലായിരിക്കുന്ന IPCക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നാണ് യേശു പഠിപ്പിച്ചത്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി നമ്മുടെ അയൽക്കാർ മതത്തിൻ്റെ, ജാതിയുടെ, ഭാഷയുടെയൊക്കെ പേരിൽ ആക്രമിക്കപ്പെടുന്നു. ഇങ്ങനെ പല വിധങ്ങളിൽ മുറിവേറ്റവരുടെ മുറിവുകൾ ഉണക്കുന്ന ശുശ്രൂഷ യേശു ചെയ്തതായി എല്ലാവർക്കും അറിവുള്ളതാണ്. സമൂഹത്തിൻ്റെ മുറിവുകളെ ഉണക്കാനുള്ള ആ വലിയ ഉത്തരവാദിത്വമാണ് യേശുവിൻ്റെ പിൻഗാമികൾക്കുള്ളത്. ആ ഉത്തരവാദിത്വം പൂർണ്ണമായ തോതിൽ ഏറ്റെടുക്കാനുള്ള പ്രചോദനമാകണം ഇതുപോലുള്ള കൺവെൻഷനുകൾ. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്നതും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നതും രോഗികളെ പരിചരിക്കുന്നതും ഉൾപ്പെടെ ബലഹീനരായവർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം ആത്യന്തികമായി കണക്കാക്കപ്പെടുന്നത് യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു. ഇത്തരത്തിൽ സമൂഹത്തിൽ ബലഹീനതകൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ലൈഫ് ഭവനങ്ങൾ, ആർദ്രം മിഷൻ, വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, പട്ടയ വിതരണം, ക്ഷേമ പെൻഷൻ, ജനകീയ ഹോട്ടലുകൾ, ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ അതിൻ്റെ ഭാഗമായി കാണാൻ കഴിയും. ഇവ ജനങ്ങൾക്കാകെ പ്രയോജനപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. അതുകൊണ്ടാണ് ഇവയുടെയൊക്കെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ സാമുദായിക പശ്ചാത്തലത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ ഭാഷയുടെയോ ലിംഗത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള ഒരു വേർതിരിവും കാണിക്കാത്തത്. അതോടൊപ്പം ആടുകളുടെ വേഷം ധരിച്ച് നടക്കുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിയുകയും അവരിൽ നിന്ന് കേരള സമൂഹത്തെയാകെ സുരക്ഷിതമായി നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത്
വർഗീയ സംഘർഷം ഒന്നുപോലുമില്ലാത്ത ഏക സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാടിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തുറന്നു കൊണ്ടുപോകൽ പ്രധാനമാണെന്ന് നാം കാണേണ്ടത്. അതിന് സഹായകമാകും വിധം സമൂഹത്തിലാകെ സമാധാനത്തിൻ്റെ സന്ദേശം പകർത്താൻ ഇതുപോലുള്ള കൺവെൻഷനുകൾക്ക് കഴിയണം. നമ്മുടെ കേരളത്തിൽ പോലും നേരത്തെ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം തടയുന്ന നിലപാടുകൾ ചിലയിടത്തുണ്ടായിരുന്നു. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം IPC ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് മുൻപ് അടച്ചിടേണ്ടി വന്ന ആരാധനാലയങ്ങൾ തുറക്കാനും ഭയരഹിതമായി ആരാധിക്കാനും മരണപ്പെട്ടുപോയ തങ്ങളുടെ ഉറ്റവരെ തങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സെമിത്തേരികളിൽ സമാധാനപരമായി അടക്കാനും കഴിയുന്നുണ്ട്. അങ്ങനെ ആരാണ് തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് എന്നത് അനുഭവത്തിലൂടെ തന്നെ നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. രാജ്യത്ത് പൊതുവിലും കേരളത്തിൽ വിശേഷിച്ചും ക്രിസ്ത്യൻ സമുദായത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നതും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്ന കുതന്ത്രമാണ് പയറ്റപ്പെടുന്നത്. ക്രിസ്ത്യാനികളെ ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോക്താക്കൾ ഇന്ന് കാണിക്കുന്ന ഈ അവസരത്തിൽ കാണിക്കുന്ന ക്രിസ്ത്യൻ പ്രേമം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണെന്ന് മറ്റാരേക്കാളും നന്നായി ക്രിസ്തീയ വിശ്വാസികൾക്കെല്ലാം അറിയാവുന്നതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനം ക്രിസ്ത്യൻ മതവിശ്വാസികളോട് ചെയ്യുന്ന കുടിലതകളുടെ ചരിത്രം ഇപ്പോൾ മണിപ്പൂർ വരെ എത്തി നിൽക്കുകയാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം UCF ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ പുറത്തുവിട്ട കണക്കുകളുണ്ട്. അതുപ്രകാരം 2023 ആദ്യ 8 മാസങ്ങളിൽ മാത്രം ക്രിസ്ത്യാനികൾക്കെതിരെ ഇന്ത്യയിൽ 525 ആക്രമണങ്ങളാണ് നടന്നത്. 2021 2022 ഉണ്ടായ ആക്രമണങ്ങളുടെ എണ്ണത്തെ മറികടക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. 2012 2022 ഇടയിലുള്ള 11 വർഷത്തിനിടെ അക്രമങ്ങളുടെ എണ്ണം 4 ഇരട്ടിയായാണ് ഉയർന്നത്. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, UCF പുറത്തുവിട്ട കണക്കുകളിൽ മണിപ്പൂർ ഉൾപ്പെട്ടിരുന്നില്ല എന്നതാണ്.
മണിപ്പൂർ കൂടി ഉൾപ്പെടുത്തിയാൽ ഈ പറഞ്ഞ സംഖ്യയെല്ലാം വളരെ കൂടുതലാകും എന്നത് നമുക്കറിയാവുന്നതാണ്. സംഘപരിവാറിൻ്റെ ഹൈന്ദവ ദേശീയതയുടെ മറ്റൊരു പതിപ്പാണ് മണിപ്പൂരിൽ കണ്ടത്. നൂറുകണക്കിന് പള്ളികളാണ് നശിപ്പിക്കപ്പെട്ടത്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ചൊരു ഹർജിയിൽ പറയുന്നത് 642 ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നാണ്. ജൂണിൽ ഇംഫാൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് വെറും 36 മണിക്കൂറിനുള്ളിൽ 249 പള്ളികൾ നശിപ്പിക്കപ്പെട്ടു എന്നായിരുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 180-ലധികം പേർ കൊല ചെയ്യപ്പെട്ടു, 300-ലധികം പേർക്ക് പരിക്കേറ്റു. അത് ഔദ്യോഗിക കണക്കാണ് എന്നത് പ്രത്യേകം ഓർക്കണം. വീടുപേക്ഷിക്കേണ്ടി വന്നത് 55,000-ഓളം പേർക്കാണ്. യഥാർത്ഥ കണക്കുകൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തവും വളരെ കൂടുതലുമായിരിക്കുമെന്ന് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്നതാണ്. 2014 ശേഷം ഇന്ത്യയിൽ ക്രിസ്ത്യൻ വിരുദ്ധ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ വളരെയധികം വർദ്ധിച്ചതായാണ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ EFI പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2015 മാത്രം ക്രിസ്ത്യാനികൾക്കെതിരെ ഗുരുതര സ്വഭാവമുള്ള 365 ആക്രമണങ്ങൾ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ഇത് കാത്തലിക് സെക്കുലർ ഫോറം CSF പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന കാര്യമാണ്. രാജ്യ തലസ്ഥാനത്ത് മാത്രം 6 പള്ളികൾക്കും ഒരു ക്രിസ്ത്യൻ സ്കൂളിന് നേരെയും 2015 ആക്രമണമുണ്ടായി എന്നാണ് ആ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ രാജ്യത്ത് ആവർത്തിക്കുന്ന ആക്രമണങ്ങളിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുന്ന സ്ഥിതി പോലുമുണ്ടായി. എന്നിട്ടും ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നില്ല. ഇന്ത്യയിൽ കലാപങ്ങൾ കുറഞ്ഞു വന്നു. സമീപ വർഷങ്ങളിൽ സ്ഥിതി കൂടുതൽ സമാധാനപരമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവുന്നത്. ഈ ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധമുയർത്താനും യഥാർത്ഥ വസ്തുതകൾ തുറന്നു കാട്ടാനും വർഗീയതയെ ചെറുക്കാനും നാടാകെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സന്ദർഭമാണിത്. വർഗീയ വിഷത്തെപ്പോലെ തന്നെ സമൂഹത്തിനാകെ ഹാനികരമായ മറ്റൊരു വിഷമാണ് ലഹരി പദാർത്ഥങ്ങൾ. അതുകൊണ്ട് തന്നെ ലഹരി ആസക്തികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ പെന്തക്കോസ്ത് സഭ സംഘടിപ്പിക്കുന്നുവെന്നത് സന്തോഷകരമായ കാര്യമാണ്. ലഹരിക്കെതിരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. വിമുക്തി മിഷനിലൂടെ
ജീവിതം തന്നെ ലഹരി എന്ന സന്ദേശം പങ്കുവെക്കുന്ന അതിബൃഹത്തായ ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. വിദ്യാലയങ്ങളെ ആകെ ഭാഗഭാക്കാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനും വലിയ തോതിൽ സംഘടിപ്പിക്കാൻ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സമൃദ്ധമായ ജീവിതം ഒരുക്കാനായി യത്നിക്കുന്ന യേശുവിൻ്റെ പിൻഗാമികളായ നിങ്ങൾ അത്തരം പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നുവെന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അത്തരത്തിലുള്ള സഹകരണത്തിൻ്റെ മേഖലകൾ ഇനിയും നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയണം. ഈ സഭയുടെ പേരിൽ തന്നെ നമ്മുടെ രാജ്യം സ്ഥാനം പിടിക്കുകയാണ്. നമ്മുടെ രാജ്യത്തോടും അത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളോടും ഈ സഭയ്ക്കുള്ള പ്രതിബദ്ധതയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരടിസ്ഥാന മൂല്യമാണ് മതനിരപേക്ഷത. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട് എന്ന യേശുവിൻ്റെ വാചകമാവട്ടെ മതനിരപേക്ഷ സമീപനത്തിൻ്റെ ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാട്ടപ്പെടാറുണ്ട്. മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടേണ്ട ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. മതനിരപേക്ഷതയുടെ സംരക്ഷണം, അതിൻ്റെ ഉരക്കല്ല് വർഗീയതയോട് സ്വീകരിക്കുന്ന സമീപനമാണ്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ. വർഗീയതയുമായി സമരസപ്പെട്ടുകൊണ്ടോ വർഗീയതയുടെ ആടയാഭരണങ്ങൾ എടുത്തണിഞ്ഞുകൊണ്ടോ മതനിരപേക്ഷത സംരക്ഷിക്കാനാവില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രമെടുത്താൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. ആ സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്ന മൂല്യങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയെ ഒരു ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായി നമ്മുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആ ഭരണഘടനയെ സംരക്ഷിക്കാനും അതിലെ മൂല്യങ്ങളെ ശക്തിപ്പെടുത്താനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് നിറവേറ്റാൻ നമുക്ക് കഴിയണം. സ്വന്തം രാജ്യത്തെ നമ്മുടെ സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ മൗനം പാലിക്കുന്നവരുണ്ട്. മണിപ്പൂരിന് പുറമെ ഛത്തീസ്ഗഡിൽ, കർണാടകത്തിൽ, മധ്യപ്രദേശിൽ, ഉത്തർപ്രദേശിൽ, ഹരിയാനയിൽ, ബീഹാറിൽ, ജാർഖണ്ഡിൽ, ഉത്തരാഖണ്ഡിൽ, ഒഡീഷയിൽ, ഗുജറാത്തിൽ ഒക്കെ നാം ഇത് കണ്ടു. ആ ഘട്ടങ്ങളിലൊക്കെ മൗനം പാലിച്ചവർ മറ്റ് രാജ്യങ്ങളിലെ സംഭവവികാസങ്ങളിൽ പൊടുന്നനെ അഭിപ്രായ പ്രകടനം നടത്തുന്നത് നാം കണ്ടു. അത്തരം അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഈ രാജ്യത്തെ മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാം എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ
അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം എത്ര വലുതാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഈ രാജ്യത്തുണ്ടായിട്ടുള്ള വർഗീയ സംഘർഷങ്ങളിലെ കുറ്റാരോപിതർ സംരക്ഷിക്കപ്പെടുന്നതും അവർക്ക് പിൽക്കാലത്ത് രാഷ്ട്രീയ വളർച്ച ഉണ്ടാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഭയരഹിതമായി ഇത്തരം മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാമെന്ന തോന്നൽ രാജ്യത്ത് രൂപപ്പെടുന്നു. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വർഗീയ വിദ്വേഷം പടർത്തുന്നതും വംശീയ അക്രമങ്ങൾ സംഘടിപ്പിക്കുന്നതും അല്ലെങ്കിൽ അവയ്ക്ക് നേരെ കണ്ണടക്കുന്നതുമൊക്കെയാണ് ചിലർ മേന്മയായി കാണുന്നത്. നമ്മുടെ രാജ്യം എത്ര ഭയാനകമായ അവസ്ഥയിലേക്കാണ് കൂപ്പുകുത്തുന്നത് എന്നതിൻ്റെ സൂചനയാണിതൊക്കെ. അതിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്തിൻ്റെ പൗരന്മാരായ നമുക്കെല്ലാവർക്കുമുണ്ട്. യേശുവിനെ സമാധാനത്തിന് രാജകുമാരനായി കാണുന്നവർക്ക് ഇക്കാര്യത്തിൽ സവിശേഷമായ ഉത്തരവാദിത്വമുണ്ട്. അത് നിറവേറ്റാൻ പ്രേരിപ്പിക്കുന്നതാകണം ഇതുപോലുള്ള കൺവെൻഷനുകൾ. കഴിഞ്ഞ 100 വർഷമായി നാടിൻ്റെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കുമായി IPC നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 100 വർഷക്കാലത്തിനിടയിലുള്ള പ്രവർത്തനത്തിൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ട്. 100 വയസ്സ് അതൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ടൊരു കാലഘട്ടമാണ്. ഈ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറാൻ പൂർവാധികം ശക്തിയോടെ പ്രവർത്തിച്ച് മുന്നേറാൻ IPC കഴിയട്ടെ എന്നാശംസിക്കുന്നു. അതോടൊപ്പം എപ്പോഴും ഇതുപോലുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളും ശ്രദ്ധിക്കേണ്ടത് പലവിധ കാരണങ്ങളാൽ അകന്നു നിൽക്കുന്നവരുണ്ടായേക്കാം. അത്തരം ആളുകളെയെല്ലാം ചേർത്ത് നിർത്താൻ കൂടി ഈ ഘട്ടം അതിനുള്ള അവസരമായി കൂടി കാണണം. കൂടുതൽ നല്ല രീതിയിൽ അഭിവൃദ്ധിയിലേക്ക് കുതിക്കാൻ അത്തരം ശ്രമങ്ങളിലൂടെ കഴിയുമെന്നും നാം കാണേണ്ടതായിട്ടുണ്ട്. ഈ കുമ്പനാട് കൺവെൻഷൻ ഇതിൻ്റെ ശതാബ്ദി സമ്മേളനം നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.